ന്യൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രൗൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ബ്രൗൺ വാട്ടർ കളറ് ഒരു പാലറ്റിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റും എടുക്കാം. ഞാൻ പക്ഷേ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ചാർട്ടിൻ്റെ പേപ്പറിൽ ഒന്ന് ബ്രൗൺ ലൈറ്റായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. രണ്ട് പേപ്പേഴ്സിലായിട്ട് ലൈറ്റായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രൗൺ നല്ല ഡാർക്കായിട്ടുള്ള വാട്ടർ കളേഴ്സും ഉണ്ട്, അതിൻ്റെ സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ഒരു ഡാർക്ക് ബ്രൗണ് ഒരു കുഞ്ഞ് കഷ്ണം പേപ്പറിൽ ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഒരു കുഞ്ഞ് കഷ്ണം പേപ്പറിൽ ഒത്തിരി ഡാർക്കല്ല ഒത്തിരി ലൈറ്റും അല്ല എന്നുള്ള രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ക്രഷ്ഡ് പേപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റായിട്ട് ഇപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പേപ്പർ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഡാർക്കായിട്ടാക്കിയിട്ടുള്ള ഒരു പേപ്പറില്ലേ, അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാറ്റേൺസൊക്കെ വരച്ചു കൊടുക്കുക. ഞാൻ ബ്രഷ് പെന്നെ കൊണ്ടാണ് വരക്കുന്നത്. വാട്ടർ കളറിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് ബ്രഷ് പെന്നാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും വരക്കാം. ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ട്രയാങ്കിൾസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ബോർഡറിൽ ബ്രഷ് പെന്നൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ക്രഷ്ഡ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്കായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഒരു കുഞ്ഞ് കഷ്ണം ചാർട്ട് പേപ്പറിൽ ഒരു ബ്രൗൺ ഷെയ്ഡൊന്ന് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ബ്രഷ് പെന്നൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തൊരു പേപ്പറില്ലേ, ആ ഒരു പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കൂടി ഞാൻ ബ്രഷിനെ കൊണ്ട് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് ബ്രഷിനെ കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എൻ്റെ അടുത്ത് പഴയതായിട്ടുള്ളതില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് വേറൊരു പേപ്പറിൽ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഡാർക്ക് ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കുറച്ച് ലീവ്സൊക്കെ വരക്കുക. അപ്പം നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പഴയതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സോ നോട്ട് ബുക്സോ ഉണ്ടെങ്കിൽ അതും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് അതിലൊന്ന് ബ്രൗൺ ഷെയ്ഡൊന്ന് അടിച്ചു കൊടുത്തിട്ട് ബോർഡറിൽ ബ്രൗൺ ബ്രഷ് പെന്നെ കൊണ്ട് നാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ബ്രഷ് പെന്നെ കൊണ്ട് തന്നെ 2 ബട്ടർഫ്ലൈസിനെ വരക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വാട്ടർ കളറൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മുറിച്ചെടുക്കുക. അടുത്തത് ഞാനൊരു 3 സെൻറ്റിമീറ്ററിലുള്ള ഒരു കുഞ്ഞ് ചോട്ടാ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബ്രൗൺ ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരു പൂവ് വരച്ചു കൊടുക്കുന്നുണ്ട്. പൂവ് മാത്രമല്ല, ഒരു ലീഫും അങ്ങനെയുള്ള സംഭവങ്ങളും ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഇതും ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ഈസി ആയിട്ടുള്ളത് വരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 എണ്ണം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരു ചാർട്ടിൻ്റെ പേപ്പറിൽ തന്നെ ബ്രൗൺ ഷെയ്ഡൊന്ന് ബോർഡറിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഉള്ളിൽ ലൈറ്റ് ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3 എണ്ണമാണ് അത് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ജനാല പോലത്തെ ഒരു സംഭവം കൂടി ഞാൻ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കോയിൻ യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് അതിൽ ഇലയും പൂവും പിന്നെ ഇങ്ങനെയുള്ളൊരു ഷേപ്പും കൂടി ഞാൻ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഞാൻ ചെയ്യുന്ന ബോർഡിലുണ്ടായതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് ലാസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലും ബ്രൗൺ ഒന്ന് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോർഡറിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രൗൺ ബ്രഷ് പെന്നൊന്ന് അടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ടാണ് ഈ ജേർണൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബൈ. നോക്കിയേ.